Welcome to Iris Cassette Diaries. സെപ്റ്റംബർ 23 അന്താരാഷ്ട്ര ആംഗ്യഭാഷാ ദിനമായി ആഘോഷിക്കുന്നു. എല്ലാ ബധിരരുടെയും മറ്റ് ആംഗ്യഭാഷാ ഉപയോക്താക്കളുടെയും ഭാഷാപരമായ സ്വത്വത്തെയും സാംസ്കാരിക വൈവിധ്യത്തെയും പിന്തുണയ്ക്കുന്നതിനും പരിരക്ഷിക്കുന്നതിനുമായി ഈ ദിവസം പ്രയോജനപ്പെടുത്തുന്നു. ശബ്ദങ്ങളില്ലാത്ത ലോകത്തിൻ്റെ ഭാഷ ഏതാണ്? ശബ്ദമില്ലാത്തവരും കേൾവിയില്ലാത്തവരും എങ്ങനെയാണ് അവരുടെ മനസ്സിലുള്ളത് മറ്റുള്ളവരെ അറിയിക്കുക? സ്വന്തമായി ഒരു ഭാഷ ഏതൊരു വ്യക്തിയുടെയും സമൂഹത്തിൻ്റെയും അവകാശമാണ്. മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യങ്ങളിൽ ഒന്നാണ് സ്വതന്ത്രമായ ആശയവിനിമയം. അതിന് വേണ്ടത് ഭാഷയാണ്. അത് സംസാര ഭാഷയാകാം, ആംഗ്യഭാഷയാകാം. സ്കൂളിലോ സർക്കാർ ഓഫീസിലോ ആശുപത്രിയിലോ എത്തുന്ന ബധിരരും മൂകരുമായ നമ്മുടെ സഹോദരങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? ശബ്ദങ്ങളുടെ ലോകത്തുള്ളവരിൽ എത്ര പേർക്ക് അവരുടെ ആംഗ്യഭാഷ അറിയാം? അവർ പൊതു ഇടങ്ങളിൽ നേരിടുന്ന പ്രയാസങ്ങൾ പരമാവധി പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ നമ്മുടെ മലയാളത്തിൽ ആംഗ്യഭാഷയ്ക്ക് അക്ഷരമാല സാധ്യമായിരിക്കുന്നു. ഇതുവരെ മലയാളത്തിൽ ഏകീകൃത ആംഗ്യഭാഷ അക്ഷരമാല ഉണ്ടായിരുന്നില്ല. ശ്രവണപരിമിത സമൂഹത്തിൽ പുതിയ അക്ഷരമാല സമഗ്ര മാറ്റമുണ്ടാക്കും. സംസ്ഥാനത്തെ സ്പെഷ്യൽ സ്കൂളിൽ ആംഗ്യഭാഷ അക്ഷരമാല വ്യാപകമായി ഉപയോഗിക്കാനുള്ള സാധ്യതയാണ് ഇതോടെ കൈവന്നിരിക്കുന്നത്. ആഗോള ഭാഷകളെപ്പോലെ സ്വതന്ത്രമായ ഭാഷയാണ് ആംഗ്യഭാഷ. മലയാളം ആംഗ്യഭാഷ അക്ഷരമാല വ്യാപകമാകുന്നതോടെ ശ്രവണപരിമിതർക്ക് മലയാളം വായിക്കാനും എഴുതാനും സാധിക്കും. കേരളത്തിലെ ബധിര വിദ്യാലയങ്ങൾക്ക് ഏറെ സഹായമായ രീതിയിലാണ് സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും ഉൾപ്പെടുത്തി പ്രാരംഭഘട്ടമായി മലയാളം ആംഗ്യഭാഷ അക്ഷരമാല ഫിംഗർ സ്പെല്ലിംഗ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ബധിരർക്കും മൂകർക്കും വേണ്ടി സംസ്ഥാന സാമൂഹ്യനീതി വകുപ്പിന് കീഴിൽ തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന നിഷ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് വികസിപ്പിച്ച മലയാളം ആംഗ്യഭാഷ അക്ഷരമാല ശ്രവണ പരിമിത സമൂഹത്തിന് പുതുവെളിച്ചമാകും. സാമൂഹിക നീതി വകുപ്പിനും തിരുവനന്തപുരത്തെ നിഷിനും അഭിമാനകരമായ നേട്ടമാണിത്. ഓൾ കേരള ഡെഫ് അസോസിയേഷൻ്റെ സഹകരണത്തോടെയാണ് നിഷ് ആംഗ്യഭാഷ അക്ഷരമാല തയ്യാറാക്കിയത്. അന്തരീക്ഷത്തിലും കൈകളിലും എഴുതിക്കാണിക്കുന്ന ശ്രവണപരിമിതരുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയ നിഷിൻ്റെ ആത്മാർത്ഥ പരിശ്രമത്തിൻ്റെ ഫലമാണിത്. നിലവിൽ ഇംഗ്ലീഷ്, ഹിന്ദി ഭാഷകളിൽ ആംഗ്യഭാഷാ അക്ഷരമാലയുണ്ട്. മലയാളത്തിൽ ഇത് രൂപപ്പെടുത്താൻ കഴിഞ്ഞിരുന്നില്ല. ഈ കുറവാണ് ഇപ്പോൾ പരിഹരിച്ചിരിക്കുന്നത്. നിഷിലെ ആംഗ്യഭാഷാ വിദഗ്ധരും ബധിര അധ്യാപകരുമായ അരുൺ ഗോപാൽ, സന്ദീപ് കൃഷ്ണ, സരുൺ സൈമൺ, ഷിൻജു സോമൻ, പൂർവ്വ വിദ്യാർത്ഥിനിയും ബധിരയുമായ രാഖി രവീന്ദ്രൻ, ഓൾ കേരള ഡഫ് അസോസിയേഷൻ സെക്രട്ടറി റോമി എന്നിവരാണ് മലയാളത്തിൽ ആംഗ്യഭാഷാ അക്ഷരമാല രൂപപ്പെടുത്തിയത്.